ചോദിക്കാം പറയാണ് അഴിമതി വിളിച്ചു പറയാൻ ആൾക്കാർക്ക് പേടിയാണിപ്പോൾ. താങ്കൾ അത് തിരുത്തണമായിരുന്നു. താങ്കൾ പക്ഷേ റിപ്പോർട്ടർ ജയതിലക് അത്ര ലോലഹൃദയനോ എന്നൊരു ചെറിയ അല്ല അവിടെ ഞാൻ ഞാൻ ഒരു പറയട്ടെ, പൊതുവേ ആയിട്ടുള്ള ഒരു താങ്കൾ കമന്റ് തിരുത്താൻ ബാധ്യസ്ഥമായിരുന്നു താങ്കൾ അവിടെ അയാളെ. ഞാൻ പറയട്ടെ, നമ്മൾക്കൊരു ഉദാഹരണം, നമ്മൾ ബാക്കിയുള്ളവരെല്ലാവരും തിരുത്തണം, നേരെയാക്കണം, ശരിയാക്കണം. ഞാൻ അങ്ങനെയൊന്നും വിശ്വസിക്കുക. ആൾക്കാർക്ക് ഫ്രീഡം ഉണ്ടെന്നേ, അവർക്ക് സംസാരിക്കാം, അവർക്ക് അവരുടെ അഭിപ്രായം പറയാം. ഞാൻ എന്ത് പറയുന്നു എന്ന് നോക്കൂ. എനിക്ക് എൻ്റെ വാക്കുകളുടെ ഉത്തരവാദിത്തം മാത്രമേ എടുക്കാൻ പറ്റൂ. മറ്റുള്ളവരെ കറക്റ്റ് ചെയ്ത് നേർവഴിക്ക് അല്ലെങ്കിൽ നിങ്ങളെയൊക്കെ ഞാൻ ഒരു ലൈനിൽ ശരിയാക്കി തരാം, ഈ ഒരു ഹോളിയർ ദാൻ ദൗ അപ്രോച്ച് ഉണ്ടല്ലോ, ഇത് എനിക്കില്ലാന്ന് മാത്രമല്ല, എനിക്ക് എൻ്റെ അടുത്ത് ഇത് എടുക്കുന്നതും ഇഷ്ടമല്ല. ഇപ്പം അതുകൊണ്ടും കൂടിയാണ് പലപ്പോഴും എൻ്റെ അടുത്ത് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കണമായിരുന്നു, അങ്ങനെ സംസാരിക്കണമായിരുന്നു. ചിലപ്പോൾ എനിക്ക് തന്നെ തോന്നും 2 ദിവസം കഴിയുമ്പോൾ അത്രയൊന്നും വേണ്ടായിരുന്നു എന്ന് ചിലപ്പോൾ തോന്നും. പക്ഷെ അതുപോലും എന്നെ ഇങ്ങനെ ഉപദേശിക്കാൻ വരുമ്പോൾ ഞാൻ വിചാരിക്കാം എന്നാൽ പിന്നെ എൻ്റെ റൈറ്റാണ്. ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, ഇപ്പം എനിക്കെതിരെ വ്യാജമായ ഒരു വാർത്ത അടിച്ചിട്ട് അതിനുവേണ്ടി കൺസ്പയർ ചെയ്യുകയൊക്കെ ചെയ്തു എന്ന് വളരെ എവിഡൻ്റായിട്ട് ഇപ്പം മീഡിയയിലൊക്കെ വന്നു കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ എന്ത് ചെയ്യണമായിരുന്നു എന്നും കൂടെ ഉത്തരം പറയണം. എനിക്കുള്ള എന്താണ് പരിഹാരം? ഞാൻ കുറച്ചുകൂടെ ലോലഹൃദയനായിരുന്നെങ്കിൽ, ആക്ച്വലി ആണ്, എനിക്ക് ശരിക്കും ഐ എം എ വെരി സെൻസിറ്റീവ് പേഴ്സൺ. എനിക്ക് അതുകൊണ്ട് തന്നെ എൻ്റെ സീനിയേഴ്സ് പലപ്പോഴും പറയുന്നത് എൻ്റെ നീ ഒന്നും ഉണ്ടായിരുന്നേ, ഇങ്ങനത്തെ എന്തെങ്കിലും സാധനം വരും അപ്പോൾ തന്നെ വിളിച്ച് വിടുന്നേ, തിരിച്ചൊന്നും പറയല്ലേ എന്നും പറഞ്ഞ് വിളിക്കാറുണ്ട്. കാരണം ഐ ടെൻ ടു റെസ്പോണ്ട്. എല്ലാം സഹിച്ച് അങ്ങനെയൊന്നും ഞാൻ ഇരിക്കാറൊന്നുമില്ല. ഞാൻ അപ്പോൾ പറയും, പക്ഷേ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും ഞാൻ വിടുമായിരിക്കും. പക്ഷേ ഐ ടെൻ ടു റെസ്പോണ്ട്. അത് ഫാക്റ്റാണ്. ആൻഡ് ദാറ്റ്സ് ദ വേ ഐ ആം. എൻ്റെ ഒരു മിനിമം പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ വ്യക്തി, ഓരോ ആൾക്കാർ, ഓരോ ഇൻഡിവിജ്വൽ ഓരോ രീതിയിലാണ്. അവരെങ്ങനെ ആക്സെപ്റ്റ് ചെയ്ത് അവരെ ജീവിക്കാൻ അനുവദിക്കുക. എന്നെ വിട്, എന്നെ നന്നാക്കാൻ ശ്രമിക്കേണ്ട. നന്നാക്കിയിട്ട് ഒരു അച്ഛനകത്ത് വാർക്കാൻ വേണ്ടി എന്തിനായി ശ്രമിക്കുന്നത്? ഇപ്പോൾ IAS ആരെല്ലാം ഇങ്ങനെ ആയിരിക്കണം എന്നും പറഞ്ഞു എവിടെയെങ്കിലും ഒരു ബുക്കിനകത്ത് എഴുതി വെച്ചിട്ടൊന്നും ഇല്ല. എനിക്ക് ഇങ്ങനെയും ജീവിക്കാം, IAS എന്നുള്ള ജോലി ചെയ്യുന്നത് ഫയലിലാണ്. ബാക്കി എൻ്റെ മറ്റ് ജീവിതത്തിലെ കാര്യങ്ങളിനകത്തൊന്നും കയറി ആരും ജഡ്ജ്മെന്റ് പാസ്സാക്കുന്നത് എനിക്ക് സത്യത്തിൽ ഇഷ്ടമല്ല.